ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ആ വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് അങ്ങ് അറ്റം വരെ കിടക്കുകയാണ്. അതുവഴി ചെന്ന് വളഞ്ഞ് മേളിൽ കയറണം. അവിടെ ഒരു ഹെയർ പിന്നുണ്ട്. ഹെയർ പിൻ വളവ് കയറി വേണം നമുക്ക് പോകാൻ. അപ്പോൾ യാത്ര തുടരുകയാണ്. അപ്പോൾ മലഞ്ചെരുവും ഡാം സൈറ്റും ഒക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കിട്ടിയാൽ നമ്മൾ ഇതുപോലുള്ള പുഴകളിൽ ചെറിയ കനാലുകൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനാലിൽ എപ്പോഴും വെള്ളം ഒഴുകുന്ന കനാൽ നമ്മുടെ നാട്ടിലില്ല. വേനൽക്കാലത്ത് വല്ലപ്പോഴും ഒന്ന് ഒഴുക്കി വിട്ടെങ്കിലായി. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക്. അത്രയും മാസം ചുമ്മാ വെള്ളം കിടന്നിട്ട് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ആ കനാലുകളിലൂടെ വെള്ളം ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഈ കായലിലൊക്കെ കിടക്കുന്ന പോളയൊക്കെ മഴക്കാലത്ത് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലത്തല്ല വേനൽക്കാലത്താണേലും ഈ പോളയൊന്നും വരികയില്ല സ്ഥിരമായിട്ട് വെള്ളം ഒഴുകിയാൽ. ഇവിടെയൊന്നും ഞാനൊരു സ്ഥലത്തും പോളയൊന്നും കണ്ടില്ല. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞി ഡക്ക്വീഡും അസോളയൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടു. അല്ലാതെ പോളയൊന്നും നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ഇതുണ്ടോ, നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. സൈക്കിൾ ഇവിടെയുണ്ട്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആ കാണുന്ന ഭാഗത്താണ് ഇപ്പോൾ തുണിയൊക്കെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് യാത്ര തുടങ്ങിയത്. അപ്പോൾ ഒരു കനാലാണ് പോകുന്നത്, വലിയ കനാൽ. ആ കനാലിനോടനുബന്ധിച്ച് തന്നെ അങ്ങോട്ട് രണ്ട് ചെറിയ കനാലുകൾ പോകുന്നുണ്ട്. ഈ പാടത്തിന് നടുവിലൂടെ ഒരെണ്ണം പോകുന്നു, സൈഡിലൂടെ ഒരെണ്ണം പോകുന്നു. അത് ആ കനാലിലെ വെള്ളമാണ് ഈ പാടത്തെ മുഴുവൻ ഫലഭൂയിഷ്ടമാക്കുന്നത്. ഇതിന് കാരണമായ ഡാമാണിത് ഈ എൻ്റെ ഫ്രണ്ടിലുള്ളത് കേട്ടോ. ഇത് ഇത്രയും ഭാഗം മഡ് ഇട്ട് കരിങ്കല്ല് കെട്ടിയിട്ട് മഡിട്ട് സൈഡ് കെട്ടിയിരിക്കുന്നതാണ്. ഈ ഡാമിൻ്റെ ഓവർഫ്ലോ ലൈനാണ് ഈ കാണുന്നത്. അതിങ്ങനെ ഇങ്ങോട്ട് ഒഴുകി വരും. അപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തൊരു ഇതാണ്. നമുക്ക് മഡ്ഡാമുണ്ട്. നമുക്ക് പാലക്കാട് നമ്മൾ രണ്ട് മഡ്ഡാം കണ്ടാണ്. മഡ്ഡാമെല്ലാം ഇങ്ങനെയാണ്. ഓവർഫ്ലോ വരുമ്പോഴത്തേനും ഇങ്ങോട്ട് വെള്ളം പോരത്തക്ക രീതിയിലുള്ള ഒരു ചാലുകൾ ഇട്ടിരിക്കും. അതുപോലെ തന്നെ അത് ഇവിടെ ഷട്ടർ വന്നിരിക്കുന്നതാണ് ഈ വെള്ളം വരാനുള്ള കാരണം. അതുകൊണ്ട് ഈ കാണുന്ന സൈഡിൽ ഷട്ടറുണ്ട്. വെള്ളം ഒഴുകി വരുന്നത്. ഇനി ആ സൈഡിൽ ഷട്ടറുണ്ട് അങ്ങനെ സ്ഥലത്തിൽ. അതുപോലെ തന്നെ ഈ ഡാം ഫുള്ളായിട്ട് ഇറിഗേഷൻ ഡാമാണ്. ഇവിടുത്തെ പ്രധാന ഡാമുകളെല്ലാം ഇറിഗേഷൻ ഡാമുകളാണ്. ആ മലയുടെ ചെരുവിലൂടെയാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ പാടത്ത് കൃഷിപ്പണികളൊക്കെ നടക്കുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാടത്ത് കൃഷിപ്പണികളൊക്കെ നടക്കുകയാണ്. എല്ലാവരും നെല്ലൊക്കെ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാറ് നടാനുള്ള രീതിയിൽ പാകിയിരിക്കുകയാണ്. വിത്ത് പാകി കിളിപ്പിച്ച് ഞാറ് പഠിച്ച് നടുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാറിൻ്റെ കെട്ടുകളൊക്കെ കാളകളെ വലിയ ചാക്കിൽ അത് കയറ്റി വെക്കും. എന്നിട്ട് ഈ പാടത്തുകൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. കാളകൾ തന്നെ വലിച്ചുകൊണ്ട് പോയി അങ്ങ് അകലെയൊക്കെ എത്തിക്കണമെങ്കിൽ കാളകൾ തന്നെ വേണം. പിന്നെ ഒഴിക്കുന്ന സ്ഥലത്ത് ഓക്കെ ബ്രോ, സബ്സ്ക്രൈബറാണ് കേട്ടോ. കാരണം നമുക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഈ പാടത്ത് കാളകളെ കൊണ്ടാണ് ആ ഞാറിൻ്റെ കെട്ടുകൾ ഞാറ് കെട്ടി വെച്ചിട്ട് അത് വലിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് അവിടെ ചെന്നിട്ട് അത് ഒരു 150-200 കെട്ട് വരെ കൊണ്ടുപോകും രണ്ട് കാള. അപ്പോൾ കാളയെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പിന്നെ തിരിച്ചു വരും. കാരണം ആയതുകൊണ്ട് ട്രാക്ടറോ ടില്ലറോ അങ്ങനത്തെ വാഹനങ്ങളൊന്നും അതിൻ്റെ അകത്തോടെ ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വിശാലമായി ഈ പാടശേഖരം കൂടിപ്പോയ ഒരു 2 മാസത്തിന് കുറച്ച് നെല്ലുമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ വിത്ത് വിതച്ചിരിക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. ആ കൊടികളൊക്കെ കെട്ടിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വിതച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ശരി, ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ യാത്രയിൽ നമ്മുടെ തുണിയലക്കും കുളിയും കാര്യങ്ങളും പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചു. അങ്ങനെ നമ്മുടെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ വൃത്തിയാക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ റോഡിലൂടെ പോയി മുകളിലോട്ട് കയറണം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.
വരുന്നത്. നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ ഡാമിൻ്റെ സൈഡിലോട്ട് എത്തി. ഇതാണ് ഡാം. ഡാമിൻ്റെ റിസർവോയർ ഭാഗമാണ്. ഇതൊരു മഡ്ഡാമാണ് കണ്ടോ. ഇവിടുത്തെ ആദ്യത്തെ മഡ്ഡാമാണ് ഞാൻ കാണുന്നത്. കാറ്റടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വൈബ്രേഷൻ. സൈക്കിൾ കൊണ്ടുപോകും കാറ്റ്, ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഡാമിൻ്റെ ഭാഗമാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. ഇവിടെ നിന്നാണ് ഷട്ടർ തുറന്നു വിട്ടിരിക്കുന്നത്. വെള്ളം മനോഹരമായ ഡാം സൈറ്റ്, മലകളാൽ ചുറ്റപ്പെട്ട ഡാം സൈറ്റാണിത്. ഇവിടുന്ന് ഇറിഗേഷൻ പ്രോജക്റ്റാണ്. ഒരുപാട് താന്നാണ്, ഡാമിന് കഴിഞ്ഞ് ഒരുപാട് താന്നാണ് കൃഷിസ്ഥലം കിടക്കുന്നത്. ഈ കാട്ട് കയറിയാണ് നമ്മൾ വന്നത്. അങ്ങനെ അകലെ കാണുന്ന ആ വഴിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. വളരെ മനോഹരമായ കാഴ്ച. നെൽപ്പാടങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഈ മലകളെ ചുറ്റിയാണ് ആ വഴി വരുന്നത്. കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഉച്ച നേരമായതുകൊണ്ട് ഒന്നുകൂടെ പ്രകാശമുള്ളതുകൊണ്ട് കാണാൻ വളരെ മനോഹരമാണ്. അങ്ങ് അകലെ കാണുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. അതിനുശേഷം താഴെ കാണുന്ന അങ്ങ് അകലെ കാണുന്ന ആ ക്ഷേത്രത്തിൻ്റെ സമയമാണ്. നമ്മൾ കുളിച്ച് റെഡിയായി തിരിച്ച് ഇങ്ങനെ ഘാട്ട് കയറി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ ഘാട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഈ ഹൈവേയിലോട്ട് കയറുകയാണ്. മുകളിലാണ് ഹൈവേ, ഇതിൻ്റെ മുകളിലാണ്, അങ്ങോട്ടാണ് കയറി പോകേണ്ടത്. അപ്പോൾ ശരി, നമ്മൾ ബലൂൺ കേവ്സിലോട്ട് പതിയെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഇവിടുത്തെ ഒരു വലിയ ഡാം സൈറ്റിലൂടെയാണ് പോകുന്നത്. ഡാം ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു ആൾക്കാരുടെ വീടുകളൊക്കെയാണ്. അപ്പോൾ ഡാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ വീടുകളെല്ലാം ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഉള്ളിലായിപ്പോയി. അങ്ങനെ നശിച്ചു പോയ വീടുകളാണ് ഈ കാണുന്നത്. നമ്മൾ മിന്നൽ മുരളി ലൊക്കേഷനിലൊക്കെ പോയതാണ്. അപ്പോൾ കണ്ട പോലെ തന്നെ ഇത് കണ്ടോ, ആ കാണുന്ന ഒരു ഗ്രാമവും ഈ ഗ്രാമവും മുഴുവൻ ഈ വെള്ളത്തിനടിയിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവരെല്ലാം ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ ഡാം കെട്ടിപ്പൊക്കിയത്. ഇവിടെ മറ്റൊന്നുമില്ല, ഈ മലകളുടെ ഇടുക്കുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആ ഭാഗത്ത് ഒരു മഡ്ഡാം ഉണ്ടാക്കി അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തെ ആ മലനിരകളുടെ ഇടയിലും ഒരു മഡ്ഡാമുണ്ട്. അപ്പോൾ ഈ രണ്ട് മഡ്ഡാമിൻ്റെ ഇടയിൽ നിന്നും ഈ വെള്ളം ശേഖരിച്ച് നിർത്തിയിട്ട് ഇത് ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ മേഖലയെ കൃഷിഭൂമിയാക്കി മാറ്റുവാനുള്ള ഒരു രീതിയാണ് ചെയ്തത്. അപ്പോൾ മഴക്കാലത്ത് ഇവിടം വരെ വെള്ളം കയറി വരുന്നതാണ്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗം വരെ വെള്ളം കയറി വരുന്നതാണ്. ആ മതിലും ആ കെട്ടിടങ്ങളും എല്ലാം നൂറുകണക്കിന് വീടുകളാണ് അങ്ങക്കരയിലും ഇങ്ങക്കരയിലുമായിട്ട് തകർന്നു കിടക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു വലിയ പുരോഗതിക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് നാട്ടുകാർക്കും പ്രശ്നമില്ല, അവർക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടി. അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഡാം സൈറ്റിലൂടെയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ ഒരു 2-3 കിലോമീറ്ററായി. 2-3 അല്ല, ഒരു 6-7 കിലോമീറ്ററായി. ആ കാണുന്ന മലയുടെ അങ്ങേ ചെരുവിൽ നിന്നാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ആ മലയെയും ഈ മലയെയും ചുറ്റിക്കറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ പുരോഗമനത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. കൃഷിയെയാണ് ഇവർ ആശ്രയിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ വീട് ജനങ്ങൾ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല പരിപാടി. അപ്പോൾ ശരി, കുഞ്ഞ് വെയിൽ കൊണ്ടുകൊണ്ടാണ് എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ ബലൂമിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കേവ്സിൻ്റെ ഭാഗത്തോട്ടെത്താം, ബലൂം ഗുഹകളുടെ ഭാഗത്ത്. അപ്പോൾ ഇവിടുന്ന് മുൻപോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാലാണ് നമുക്ക് ബലൂം കേവ്സ് കിട്ടുക. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്യുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ബലൂം കേവ്സിലോട്ട് ഇപ്പോൾ കയറാൻ പറ്റില്ല. ഇവിടെയെല്ലാം കടപ്പക്കല്ലുകളുടെ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ മുൻപിലൊരു ദേവാലയമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ശ്രീകൃഷ്ണ ടെമ്പിളുണ്ട്, ഒരു സ്വാമിയുടെ ആശ്രമമാണ്. പറ്റുമെങ്കിൽ ഇവിടെയോ അവിടെയോ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുള്ളിൽ പോയിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. ഇതാണ് ബലൂമിലെ ആ ചെറിയ ഗ്രാമം. അപ്പോൾ ശരി, നമ്മൾ ബലൂം കേവ്സ് കാണാനായിട്ട് പോവുകയാണ്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വലിയ കേവാണ്. അപ്പോൾ മുകളിലേക്ക് കയറി പോകണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ബലൂം കേവ്സിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ബലൂം കേവ്സിലോട്ടെത്തി. ഇവിടെ വരുമ്പം തന്നെ 2 സെക്യൂരിറ്റി കൗണ്ടറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ബലൂം കേവ്സിൻ്റെ ഉള്ളിലേക്ക് ഇവിടെയെങ്കിലും സൈക്കിൾ വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ സൈക്കിൾ ഇച്ചിരി അകത്തോട്ട് കയറ്റി വെച്ചു. എന്നിട്ട്
ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് ബലൂൺ കേവ്സിൻ്റെ എൻട്രൻസ്. കയറി വരുമ്പോഴേ നമുക്ക് വലത്തുവശത്ത് ഒരു ഹരിത റെസ്റ്റോറൻ്റൊക്കെ കാണാൻ പറ്റും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ വലിയ അധികം ആളുകളൊന്നും വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ റെസ്റ്റോറൻ്റൊന്നും അത്ര ആക്റ്റീവ് അല്ല. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കാണാൻ പോയ പോലെ തന്നെ ഈ ഏൻഷ്യൻ്റ് മോണമെൻറ്റ്സൊക്കെ കാണാൻ വരുന്നവർ വളരെ കുറവാണ്. പിന്നെ ഇവിടെ ഈ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്ന സമയത്തെ വീഡിയോകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ നമ്മൾ ബലൂൺ കേവ്സിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം കിട്ടുക. അത് ഉദ്ഘാടനത്തിൻ്റെ അന്ന്, അതായത് എന്തെങ്കിലും ഒരു പുനരുദ്ധാരണം നടത്തി ഓരോ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടികൾ, അന്നേരത്തെ വീഡിയോകളായിരിക്കും ഈ നമ്മുടെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അത് കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. കാരണം ഇവിടെ ഫെസിലിറ്റി ഒക്കെ കുറവാണ്. ഔട്ടറിലുള്ള കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണിവിടെ. വലിയ ഇത് പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് ഇവിടെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. പിന്നെ ഇവിടെ ഒരു ഇത് ഹരിത റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് ഉച്ചയ്ക്ക് ഏതാണ്ട് തുറക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല, അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. അവിടെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് രണ്ട് സൈഡും. അവിടെയൊന്നും വണ്ടികൾ വന്നതായിട്ട് കാണുന്നില്ല. 1-2 വണ്ടികൾ വന്നതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. 10 മണിക്കാണ് എൻട്രൻസ് നടക്കുന്നത്. എൻട്രൻസ് 10 മണി തൊട്ടാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോഴത്തെ സൈക്കിൾ ഞാനിവിടെ ചാരി വെച്ചിട്ട് പോകുന്നതാണ്. കുഞ്ഞി ഇവിടെയുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അകത്തോട്ട് പോവാം. ഇനിയൊരു 600 മീറ്ററുടെ ഉള്ളിൽ ചെന്നാലാണ് കേവിൻ്റെ ഭാഗത്തെത്തുക. അതിനു മുമ്പ് ശ്രീബുദ്ധൻ്റെയൊക്കെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മൾ കേവിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. റോഡൊക്കെ കോൺക്രീറ്റ് റോഡും പിന്നെ കുഴികുത്തിയ റോഡാണ്. മൊത്തം പോയി കിടക്കുന്ന റോഡാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ സൈഡ് പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. മൊത്തം ഇങ്ങനെ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ, എനിക്കറിയില്ല, ഇവിടുത്തെ പണിയുടെ ഗുണം കൊണ്ടായിരിക്കും, സിമെൻറ്റ് മൊത്തം പോയിട്ട് ഇത് മെത്തിട്ട് മാത്രം പൊങ്ങി നിൽക്കും. പണിയുടെ ഗുണമായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഒരു പ്രതിമയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താ സെറ്റപ്പ് എന്ന് പോയി നോക്കട്ടെ. 300-400 മീറ്റർ ഉള്ളിൽ പോകാനുണ്ട്. പ്രതിമ വലത്തുവശത്തുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഒരു ടൂറിസത്തിനൊരു പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. മോദിജി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ടൂറിസത്തിൻ്റെ ഗ്രാൻഡ് അംബാസഡർ ആകാൻ പോവാണ് പുള്ളി. അപ്പത്തേ നമ്മൾ ഉള്ളിലോട്ട് കയറി. പോത്തുംകുട്ടന്മാർ മെയ്യുന്ന സ്ഥലമാണ്. പേടിക്കണ്ട, അവർ അവരുടെ വഴിക്ക് നടന്നോളും. വിശാലമായ കാർ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 10 മണിയാകാത്തതുകൊണ്ടായിരിക്കും ആൾക്കാരും കണ്ടിട്ടില്ല. വരുമായിരിക്കും, വരാതിരിക്കില്ല. അപ്പം നമ്മൾ ശംഖുകൾ മൂടിയ നമ്മുടെ ശ്രീബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്തെത്തിയിട്ടുണ്ട്. താമരയ്ക്കുള്ളിൽ ഇരിക്കുന്ന ശ്രീബുദ്ധനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീബുദ്ധ പ്രതിമയുടെ അടുത്തേക്ക് എല്ലാം നല്ല രീതിയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കും, എന്നാലും മനോഹരം. പക്ഷേ ഇവിടെ എല്ലാം നശിപ്പിക്കപ്പെട്ട രീതിയിലാണ്. അതെവിടെയാണിത് അങ്ങനെ തന്നെ. ടൂറിസ്റ്റുകൾക്ക് ഒരു ഇതൊന്നുമില്ല, ഒരു പ്രാധാന്യമൊന്നും ഇവിടെ ഇല്ല. അപ്പത്തെ കണ്ടല്ലോ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധപ്രതിമയാണിത്. അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കേവിനുള്ളിലോട്ട് കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്.
70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതിൽ CGST SGST ഒക്കെ ചേർന്നിട്ടാണ്. 9% വെച്ച് 18% ടാക്സ് ഉണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഒരു മിനിമം 10 പേരേലും ഒരുമിച്ചേ ഉള്ളൂ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. കാരണം ഏകദേശം 1.5 കിലോമീറ്റർ നമുക്ക് നടന്നെത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ബലൂം കേവ്സ്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ കേവാണ്. ഏകദേശം 3.5 കിലോമീറ്ററാണ് ഈ കേവിൻ്റെ ഒരു വിസ്തീർണം. പക്ഷേ അതിൽ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് കയറാനുള്ള ഒരു പൊതുജനങ്ങൾക്ക് കയറാനുള്ള ഒരു അനുവാദമുള്ളൂ. കാരണം അവിടെയാണ് ഇതിൻ്റെ എയറിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എയർ, ലൈറ്റ് എല്ലാം കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് കൃത്യമായിട്ട് അതിനുള്ളിലേക്ക് കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള ഏരിയയിലൊക്കെ അതിൻ്റെ ഗവേഷണം നടത്തുന്ന ആളുകളാണ് കൂടുതലും കയറിപ്പോകുന്നത്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ പോയ വഴിയിൽ നമ്മൾ കണ്ട ഒരു കെട്ടിടമാണ് ഇത്. പക്ഷെ അതിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ളൊരു കുഴപ്പം ഇതാണ്, ഇത് കണ്ടോ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു ഡീറ്റെയിലിങ്ങും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയല്ല. മുഴുവൻ സ്വദേശി ഭാഷ മാത്രമാണുള്ളത്. തെലുങ്കിൽ മാത്രമാണ് ഇവിടെ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലുള്ള സ്പോട്ടുകൾ, അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്നവർ, ഇതൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഗതികേടാണ്. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാ സ്ഥലത്തും ചെന്നാലും ഇത് തന്നെയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മുടെ ഏത് ഏരിയയിൽ ചെന്നാലും അവിടെ ഇംഗ്ലീഷും മലയാളം, ഹിന്ദി, വേണമെങ്കിൽ ഹിന്ദിയും കൂടി എഴുതി വെക്കും. ആയിരത്തി 1918 ഈ ബലൂം കേവ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു മരങ്ങളുടെയൊക്കെ തണലിൽ നമുക്ക് കുറേ നേരം വിശ്രമിക്കാൻ പറ്റി. ഇപ്പം നല്ല കാറ്റുണ്ട്, മഴയ്ക്കുള്ളൊരു സാധ്യതയുമുണ്ട്. മഴമേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടുന്നുണ്ട്. പണി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിലേക്ക് 10 പേർക്കുള്ള പ്രവേശനമാണ്. അപ്പം നമ്മൾ അകത്തേക്ക് കയറുവാണ്. എൻട്രൻസ് എന്നുള്ള ബോർഡ് തന്നെ ശോകം. അപ്പോഴത്തെ ഇതാണ് കേവിൻ്റെ അകത്തോട്ട് പോകുന്ന വഴി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക, അകത്തോട്ട് പോവുക.